92 കാലഘട്ടത്തിലൊക്കെ ഞാൻ താമസം കിട്ടിയ സമയത്ത് ഒരു കലോത്സവം വെച്ചു, 2 ദിവസത്തെ കലോത്സവം വെച്ചിട്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വെച്ച ആൾക്കാരെയും മൃഗൂർ ശാഖക്കാർ പറ്റി ആ ട്രോഫിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് 2 ദിവസം കലോത്സവം, ഒരു പൈസ കടണ്ടായില്ല. എല്ലാവരും നമ്മൾ പൈസ കരിച്ചിട്ട് കുട്ടികളുടെ, വയസ്സായ ആൾക്കാരെ, പെണ്ണുങ്ങളുടെ, ആണുങ്ങളുടെ ഒക്കെ പ്രത്യേകമായിട്ട് പാട്ടും ഡാൻസും ഒക്കെ ഇട്ട് അടിപൊളി പരിപാടിയായിരുന്നു ചാലക്കുടിയിൽ. മറ്റേ കലാ ഓഡിറ്റോറിയം ഇല്ല അവിടെ. അപ്പൊ അങ്ങനെയൊക്കെ പ്രവർത്തിച്ച ആൾക്കാർ, നമ്മളെ പ്രവർത്തിച്ച ആൾക്കാരാണ്. അന്ന് മൃഗൂർ ശാഖ മുൻപന്തിയിലാണ്. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പൊ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടു കേട്ടു. പക്ഷെ ഈ പ്രവർത്തന ഫണ്ടിന്റെ കാര്യം ആരും പറഞ്ഞിട്ടുമില്ല. റിപ്പോർട്ടിലും കണ്ടില്ല, ആരും കണ്ടില്ല. അത് എന്ത് തന്നെയായാലും സംസ്ഥാന കമ്മിറ്റിക്ക് സുബ്രേട്ട അനുഭവിക്കുന്ന കാര്യം നമുക്കറിയാം. ആ ഓരോരോ കമ്മിറ്റിക്കാരും ഇവരൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോഴുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നമ്മൾ 100 രൂപ നിർബന്ധമായിട്ട് കൊടുക്കണം. ഇന്നിപ്പോ ഒരു കൂലിപ്പണിക്കാരൻ എന്തായാലും ഒരു 1000 രൂപ കൂലി കിട്ടുന്നത് വിചാരിക്കണം. ഈ കുറവാണ്. എന്നിട്ട് ഉള്ള ആളുകൾ പണിക്കും പോകില്ല. ആട്ട് പറയാം, ഹിന്ദിക്കാരെ കുറ്റം പറയും. ഒക്കെ ഹിന്ദിക്കാരാ, ഏത് പണിക്ക് പോണ്ടേ, ആരും പണിക്ക് പോകില്ല. അപ്പോ 100 രൂപ കൊടുക്കാൻ ആർക്കും പറ്റാതൊന്നുമില്ല, കൊടുക്കണം. ഇവിടെ ഈ അവാർഡിനെ സംബന്ധിച്ച് അന്ന് ഈ ഞങ്ങളുടെ ശാഖയുടെ പൈസ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു. 1000 രൂപ സംഭാവന പിരിച്ചു കൊടുത്തു. മുരുങ്ങൂർ ശാഖയുടെ കാശ് അന്നും പോലും കിട്ടിയിട്ടില്ല. അന്നിട്ട് പിന്നാലെ നടന്ന് ചോദിച്ചിട്ട് നടക്കുക. അത് മുൻകൂടി കൊടുക്കണ്ടേ? ഞങ്ങൾ വേലൂര് വെച്ചിട്ട് അവർക്ക് മുന്നേ കൊടുത്തു, 1 മാസം മുന്നേ കൊടുത്ത് കാശ് കൊടുത്തു. ഞങ്ങളുടെ ശാഖയുടെ വിഹിതം കൊടുത്തു, കാശ് അഡ്വാൻസ് കൊടുത്തു. അപ്പൊ നമ്മൾ ഒരു അവാർഡ് നടത്താന്ന് പറഞ്ഞാൽ 250 രൂപ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കണ്ടല്ലേ? അത് നമ്മൾ മാറ്റി വെച്ച് കൊടുക്കണ്ടേ? 2 ഘട്ടമായിട്ട് കൊടുക്കണ്ടേ? അപ്പൊ തുടർന്ന് നമ്മൾ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നത് ഇങ്ങനെ ആൾക്കാരെ കാശ് കുറവുണ്ട്, അത് മേൽപ്പുറത്ത് അറിയിക്കും. അത് ഇത്ര വീട്ടുകാരുടെ കാശ് തരാൻ അവർക്ക് സാധ്യതയില്ല. ഇതിപ്പോ അതിന് കണക്ക് കിട്ടിയിട്ടില്ല, ആ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. അത് അതിലും വലിയ ദുരൂഹതയാ. ഇപ്പൊ നമ്മളൊരു മീറ്റിംഗ് വിളിക്കുമ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്ത് ഞാൻ എന്താ പറയാ, എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ എന്റെ കണക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലും ദുരൂഹത കണക്കുണ്ട്. അതിപ്പോ അടുത്ത ആഴ്ച മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് അറിയാൻ പറ്റില്ല. എനിക്ക് അതിന്റെ ഔദ്യോഗികമായിട്ട് അടുത്തൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെ, നമ്മുടെ കുട്ടികള് പഠിത്തം, വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോ നമ്മളറിയാം, ഈ സർക്കാർ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കുറ്റം പറയുന്നതല്ല കേട്ടോ. ക്രീമി ലെയർ, ഇതിന്റെ ക്രീമി ലെയർ എന്ന് പറയാൻ മനസ്സിലായോ? മേൽത്തട്ട് എന്നുവെച്ചാല് ഞാനൊക്കെ ചിലപ്പോ ഔട്ടാവും, ഇത് വരുമാനം ഉണ്ടല്ലോ. അപ്പോ ഈ വരുമാനം നോക്കിയിട്ട് നമ്മളെ ഔട്ടാക്കാണ്, നമുക്ക് ആനുകൂല്യം കിട്ടില്ല, നടപ്പിലാക്കിക്കൊണ്ടിരിക്കപ്പോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റ് ഓർഡർ ഇട്ടെന്നാണ് അത് ഓർഡർ ഇട്ടേണ്ടത്. അപ്പോ ഒരു ചിലപ്പോ വരുമാനം ആളുകൾക്ക് ഒന്നും കിട്ടില്ല, നമ്മളെ കയ്യിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുക. പാർട്ടി പറയുന്നതല്ല കേട്ടോ, അങ്ങനെയാണ് കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇങ്ങനത്തെ കാലങ്ങളിൽ നമ്മള് വ്യക്തമായിട്ട് കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ മക്കളൊന്നിനും ജോലി കിട്ടൂല, പഠിക്കാനും പറ്റൂല. അപ്പൊ നമ്മള് ഈ യോഗങ്ങൾ കൂടുമ്പോ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്താണ് സംഭരണം, എവിടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കണേ, എത്രയ്ക്ക് സംഗതിയുള്ളത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ 2 മക്കളും നല്ല കോഴ്സ് തൊഴിൽ കിട്ടുമോ അറിയാൻ പറ്റില്ല, എനിക്ക് അറിവുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത്. മോള് പാലക്കാട് BSc പോളിറ്റി മാനേജ്മെന്റ് പഠിക്കുന്നു. മോൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ DRRT എന്നൊരു കോഴ്സ്. DRRT എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു സ്കാൻ ചെയ്യാനൊക്കെ കോഴ്സാണ് പഠിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ.